സംസാരിക്കും. സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ എന്നാലും എല്ലാവരും കാണുന്ന ഒന്നാണ് ഈ സെഗ്മെന്റിലെ എല്ലാവർക്കും നമസ്കാരം. ശ്രീ ഋഷി നോളജ് ഗാലക്സിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ അതിനിടയിലേക്ക് ക്രീപ്പ് ചെയ്ത് വരാൻ സാധ്യതയുള്ള ചില കുഞ്ഞ് മിസ്റ്റേക്സ് അല്ലെങ്കിൽ ചില കുഞ്ഞ് എറേഴ്സ് ഉണ്ട്. ഇത് എറേഴ്സ് ആണെന്ന് പോലും നമുക്ക് അറിയില്ല. കാരണം അത്രയും നമ്മൾ ആ മിസ്റ്റേക്സുമായിട്ട് അക്കസ്റ്റംഡ് ആയി പോയിരിക്കുക. കാരണം നമ്മളത് ശരിയാണെന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അത് ഭാഷാപരമായിട്ട് അതിലൊരു മിസ്റ്റേക്ക് ഉള്ളത് നമ്മൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ട് കൂടിയില്ല. അപ്പൊ അങ്ങനെയുള്ള ചില കുഞ്ഞ് എറേഴ്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് മാറ്റിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ശരിയാക്കി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എഴുതുമ്പോഴാണെങ്കിലും വായിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ഭാഷയ്ക്ക് ഒരു ചാരുത എന്നതിന് അപ്പുറത്തേക്ക് ആ ഒരു ഒറിജിനാലിറ്റി അത് കൈവരും. അത് മാത്രമല്ല, കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമുക്കിത് വളരെയധികം ഉപയോഗപ്രദമായിരിക്കും. നമ്മുടെ ഇപ്പം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, ഇല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാംസ് പോലും, ഇല്ലെങ്കിൽ റെയിൽവേ ബോർഡ് എക്സാംസ്, പ്രധാനമായിട്ടും സെൻട്രൽ ബോർഡ് എക്സാംസ്, ഇല്ലെങ്കിൽ സ്റ്റേറ്റ് എക്സാംസിൽ നമുക്കിത് ഉപയോഗിക്കാം. ഇപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള എക്സാംസിനൊക്കെ ഇത് ചോദിക്കാറുണ്ട്. അപ്പം അന്നേരം നമുക്കിത് വളരെ ധൈര്യപൂർവം നമുക്കിത് എഴുതാനൊക്കും, അല്ലെങ്കിൽ ആൻസർ ചെയ്യാനൊക്കും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതൊരു കാര്യം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അറിയുന്നില്ല ഇത് തെറ്റാണ്, നമ്മളിത് ഉപയോഗിക്കുന്നത് ഇത് ഭാഷാപരമായിട്ട് അല്ലെങ്കിൽ ഭാഷയുടെ നിയമം അനുസരിച്ച് തെറ്റാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്ന കൂടി ഇല്ല. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണെങ്കിലും ഇതിലെന്താണ് തെറ്റ് എന്ന് നമ്മൾ ആലോചിച്ചിരിക്കും. അപ്പോൾ ബുദ്ധിമുട്ടേറിയ എക്സാംസിന് നമുക്കറിയാം 4 ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ 4ഉം ഒരുപോലെ ആയിരിക്കുന്നത്. വളരെ കുഞ്ഞ് നെഗ്ലിജിബിൾ ആയിട്ടുള്ള കുഞ്ഞു വ്യത്യാസങ്ങൾ മാത്രമാണ് ഈ 4 എണ്ണത്തിനകത്ത് ഉണ്ടാവുന്നത്, ABCD ഓപ്ഷൻസിനകത്ത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു പ്രത്യേക മെന്റാലിറ്റിയിലായിരിക്കും നമ്മൾ പരീക്ഷയ്ക്ക് പോയിട്ട് ഇരിക്കുന്നത്. കുറച്ച് ടെൻഷനും അതിന്റെ കോൺസിക്വൻസും പിന്നെ പലതും നമ്മൾ ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കും വന്നിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഈ ഒരുപോലത്തെ 4 ഓപ്ഷൻസ് കൂടെ ആകുമ്പോഴത്തേക്കിനും നമ്മൾ നക്ഷത്രക്കാരെണ്ണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതിൽ നിന്നൊക്കെ ഒരു ഷീൽഡായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോ അതിന് ഉപയോഗപ്രദമാകും എന്ന് കരുതിയിട്ടാണ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. കുറച്ച് എക്സാമ്പിൾസ് നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ, ഷീ ബോട്ട് സം സ്റ്റേഷനറീസ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതിലെന്താണ് ഇപ്പൊ തെറ്റ്, അവള് പോയിട്ട് കുറച്ച് സ്റ്റേഷനറീസ് മേടിച്ചു. സ്റ്റേഷനറീസ് എന്ന് പറയുമ്പോഴത്തേനും കുറെ സാധനങ്ങൾ വരുമല്ലോ, അപ്പൊ ഒരു S വന്നാലും കുഴപ്പമില്ല നമ്മൾ വിചാരിക്കും. അതല്ല, സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരൊറ്റ എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ സ്റ്റേഷനറി എന്ന് പറയുന്നത്. ആ വാക്കിനകത്ത് തന്നെ നമ്മളിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, S വന്നാലല്ലേ പ്ലൂറൽ വരുള്ളൂ നമ്മളിങ്ങനെ വിചാരിക്കും. പക്ഷെ അങ്ങനല്ല, എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഭാഷയിലോട്ട് കൂടുതൽ കടക്കുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഈ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സെൽഫ് ഈസ് പ്ലൂറൽ. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ പിന്നെ എസ്സും കൂടെ ചേർത്തിട്ട് അതിനെ ഒന്നും പൊലിപ്പിച്ച് വലുതാക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ചെയ്താൽ തന്നെ അത് ഭാഷാപരമായിട്ട് അത് മിസ്റ്റേക്ക് ആയിട്ടാണ് വരുന്നത്. സോ ഫസ്റ്റ് വൺ, ഷീ ബോട്ട് സം സ്റ്റേഷനറീസ്, റോങ് ആണ്. ശരിയായിട്ടുള്ളത് ഷീ ബോട്ട് സം സ്റ്റേഷനറി, അത്രയും മതി. നെക്സ്റ്റ് വൺ, ഇറ്റ് ടേക്ക് പെയിൻ ഓവർ മൈ വർക്ക്. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു. അതിപ്പം എന്തു പണി തന്നെ ആണെങ്കിലും, അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക് ആണെങ്കിലും ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടതാണ് അതിന് വേണ്ടിയിട്ട് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന രീതിയിൽ വരുന്നൊരു സെന്റൻസ്, അതിന്റെ ഒരു കറക്ഷൻ ആയിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ടേക്ക് പെയിൻ ഓവർ മൈ വർക്ക് നമ്മൾ പറയും. പക്ഷെ അതല്ല, ഇറ്റ് ടേക്ക് പെയിൻസ് ഓവർ മൈ വർക്ക്, ഇതാണ് ശരി. ഇവിടെയും നമുക്ക് സംശയം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്നാണ് നമ്മളൊരു ഉത്തരത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ വഴിതെറ്റി പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേ വേദനകളോ അങ്ങനെ ഒരു സാധനം ഉണ്ടോ, ഇല്ലല്ലോ, വേദനയല്ലേ എന്നും പറഞ്ഞ് നമ്മൾ കറക്റ്റ് ആദ്യത്തെ തന്നെ ടിക്ക് ചെയ്യാനായിട്ട് നോക്കും. പക്ഷെ അതല്ല, നമ്മൾ വായനയിലൂടെ നമുക്ക്
നമുക്ക് സ്വായത്തമാകുന്ന ഒരു അറിവ് അല്ലെങ്കിൽ ഒരു ഫെമിലിയാരിറ്റി ഉണ്ട് ഭാഷയുമായിട്ട്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ കൊണ്ട് അധ്യാപകരൊക്കെ നമുക്ക് അങ്ങനത്തെ ഉള്ള അറിവ് പ്രദാനം ചെയ്യും, ഇല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു വായനയിൽ നല്ല ഡെപ്തിലുള്ള വായന ഇല്ലാതെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇറ്റ് ടേക്ക് പെയിൻ ഓവർ മൈ വർക്ക്. അത് തന്നെയാണ് ശരി. പെയിൻസ് എന്നൊക്കെ ആരെങ്കിലും പറയൂ, വേദനകൾ എന്നൊക്കെ ആരെങ്കിലും പറയൂ, വേദന എണ്ണാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ആ സമയത്ത് ഇത് ചിന്തിക്കും. ബട്ട് ഇറ്റ് ടേക്ക് പെയിൻ ഓവർ മൈ വർക്ക്, ഇറ്റ്സ് റോങ്. ഇറ്റ് ടേക്ക് പെയിൻസ് ഓവർ മൈ വർക്ക്, അതാണ് ശരി. ഓക്കെ, ഇനി നെക്സ്റ്റ് വേറൊരെണ്ണം. ഹി ഇഷ്യൂഡ് ഓർഡർ ടു റിലീസ് ഹിം. അപ്പൊ നമുക്കറിയാം എന്തെങ്കിലും ഒരു കേസിന്റെ പുറത്ത് നമ്മൾ ഒരാൾ അകത്താവുകയാണ്. അപ്പം ഒരു ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യും? ഒരു ഓർഡർ റിലീസ് ചെയ്താലേ പുറത്തിറക്കാൻ പറ്റത്തുള്ളൂ. അത് ഒരാളെ ജയിലിൽ പിടിച്ചിടാനാണെങ്കിലും പുറത്തേക്ക് ഇറക്കാനാണെങ്കിലും അല്ലെങ്കിൽ റിലീസ് ചെയ്യാനാണെങ്കിലും വി നീഡ് ഓർഡേഴ്സ്, ഡിക്രി വേണം നമുക്ക്. അപ്പം ഹി ഇഷ്യൂഡ് ഓർഡർ ടു റിലീസ് ഹിം. ഒരു തെറ്റും ഇല്ല അതിനകത്ത്, പ്രകടമായിട്ട് ഒരു തെറ്റും ഇല്ല. ഹി ഇഷ്യൂഡ് ഓർഡർ ടു റിലീസ് ഹിം. അതിനിപ്പോൾ എന്തുവാന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ the right answer is he issued orders to release him. അവിടെയും നമ്മൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ വെച്ച് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുമ്പോഴത്തേനും ഉറപ്പായിട്ടും നമ്മൾ ആദ്യത്തെ ഒരു ഓപ്ഷൻ തന്നെയാണ് തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ he issued order to release him തെറ്റാണ്. he issued orders to release him ആണ് ശരി. പിന്നൊന്ന് he lost his trouser. ഇത് നമ്മൾ വീട്ടിൽ കുഞ്ഞുങ്ങളോടൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ചും കുറച്ച് പ്രായമുള്ള അമ്മൂമ്മമാരും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്. മോനെ നിന്റെ നിക്കർ എവിടെയെന്ന് ചോദിക്കും. നിക്കർ. അപ്പം അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു കാര്യം, പലർക്കും അറിയില്ല നിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളം വേർഡ് ആണെന്നാണ് എല്ലാവരും മനസ്സിലാക്കി വെച്ചേക്കുന്നത്. കാരണം നമ്മൾ അത് തന്നെയാണ് കേട്ടേക്കുന്നത്. നിക്കറിന് പകരം ഇനി വേറെ ഏത് വാക്ക് ഉപയോഗിക്കാനാണെന്ന് നമ്മൾ വിചാരിക്കും. ആക്ച്വലി ഇറ്റ്സ് നിക്കേഴ്സ്. KNICKERS, നിക്കേഴ്സ്. നമ്മളിവിടെ പറയുന്ന ട്രൗസറിന്റെ കാര്യമാണ്, പക്ഷെ നിക്കേഴ്സ് ആ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ ട്രൗസേഴ്സ്, നിക്കേഴ്സ്, പാൻസ്, സിസേഴ്സ്, ഷൂസ്, സോക്സ്, ഇങ്ങനെ പേരായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുടെ കൂടെ നമ്മൾ എസ് ചേർത്താണ് എപ്പോഴും പറയാറ്. അപ്പോൾ ഹി ലോസ്റ്റ് ഹിസ് ട്രൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. നമ്മളെന്താ ട്രൗസറിന്റെ ഒരു കാര്യം മാത്രമാണോ നഷ്ടപ്പെട്ടത്? അങ്ങനെയല്ല. ഇറ്റ്സ് ലൈക്ക് ഹി ലോസ്റ്റ് ഹിസ് ട്രൗസേഴ്സ്. അതിപ്പോ നിക്കർ ആണെങ്കിലും അങ്ങനെയാണ്, ഹി ലോസ്റ്റ് ഹിസ് നിക്കേഴ്സ്. ഓക്കെ, പിന്നെ പലയിടത്തും ഇങ്ങനെ ഉപയോഗിച്ച് കാണാറുള്ള, അതും ഒത്തിരി അറിവുള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലും അറിവുള്ളവർക്ക് തെറ്റ് വരില്ല, അറിവ് കുറവുള്ളവർക്കാണ് തെറ്റ് വരുന്നത്. അങ്ങനെയൊന്നും ഒരു ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ല വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പറഞ്ഞതാ, നമുക്കൊരു സ്ലിപ്പ് ഓഫ് ദ ടങ് നമുക്ക് പറ്റിപ്പോകും ചിലപ്പോൾ അങ്ങനെ. അപ്പൊ നമ്മൾ ഇതൊന്ന് അവെയർ ആയിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് എന്താ പറയുക, വളരെ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ആംഗലേയ ഭാഷ വളരെയധികം അറിയാവുന്ന, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ വളരെ ഫുൾഫിൽഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്രൗഡിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കിനും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു മിസ്റ്റേക്കേ അല്ല നമുക്ക് തോന്നും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗ്ലെയറിങ് മിസ്റ്റേക്ക് ആയിരിക്കും. ഇപ്പം നമ്മൾ മലയാളീസ് ആണ്, നമ്മൾ പലപ്പോഴും നമ്മൾ തെറ്റായിരിക്കും മലയാളം പലതും ഉപയോഗിക്കുന്നത്. പക്ഷെ വേറൊരാൾ, ഒരു നോൺ നേറ്റീവ് സ്പീക്കർ വന്നിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും. ഓ അയാളുടെ മലയാളം കണ്ടോ, അങ്ങനെ പല പാട്ടുകാരെയും ഒക്കെ നമ്മൾ അങ്ങനെ കളിയാക്കുന്ന ഒരു സ്വഭാവം നമുക്ക് മലയാളികൾക്കുണ്ട്. പക്ഷേ അപ്പോൾ നമ്മുടെ അവസ്ഥ അതുപോലെയാണ്. നോൺ നേറ്റീവ് സ്പീക്കറായിട്ട് നമ്മൾ ചെന്ന് ഇംഗ്ലീഷ് സംസാരിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗ്രേവ് ആയിട്ടുള്ള മിസ്റ്റേക്സ് ആയിരിക്കും. എനിവേ നമ്മൾ മിസ്റ്റേക്സ് മിനിമൈസ് ചെയ്ത് പോകാൻ തന്നെയാണ് ശ്രമിക്കേണ്ടിയുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് വി ഹാവ് റെഡ് മെനി പോയട്രീസ് എന്ന് പറയാറുണ്ട്. പോയട്രി നമ്മൾ കേൾക്കുന്ന വാക്കാണ്. വി ഹാവ് റെഡ് മെനി പോയട്രീസ്. മേ ബി അത് പറയുമ്പോഴത്തേനും ഐ എം എ വൊറേഷ്യസ് റീഡർ, അല്ലെങ്കിൽ ഹീസ് എ വൊറേഷ്യസ്, ഒരുപാട് വായിക്കുന്ന ആളാണെന്നൊക്കെ പറയാനായിരിക്കും ശ്രമിക്കുന്നത്. പക്ഷേ അതിലൊരു കുഞ്ഞറുണ്ട്. അതിൻ്റെ ശരിയായിട്ടുള്ള പ്രയോഗം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് റെഡ് മെനി പോയംസ് അതാ പറയേണ്ടത്. വി ഹാവ് റെഡ് മെനി പോയട്രീസ് എന്നല്ല പറയേണ്ടത്, വി ഹാവ് റെഡ് മെനി പോയംസ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുക എന്നുള്ളത് സെക്കൻഡറി ആണ്. നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടിയാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഫീഡ്ബാക്ക് കൃത്യമായിട്ട് നിങ്ങൾ തരണം. അതെന്തോ ആയിക്കോട്ടെ, അത് ക്രിറ്റിസിസം ആണെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം
നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഗ്രൗണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് അത് തുറന്നു കാട്ടുന്നത്. അത് അവിടുന്ന് വന്നാൽ മാത്രമേ നമുക്ക് അത്ര കണ്ടത് മേന്മയുള്ളതാക്കാനും പറ്റത്തുള്ളൂ. കാരണം നിങ്ങളാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ആണെങ്കിലും, പോസിറ്റീവ്സ് ആണെങ്കിലും നെഗറ്റീവ്സ് ആണെങ്കിലും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. അതനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളിത് ലൈക്ക് ചെയ്യണം. നമ്മൾ ഒരാളെ കാണുമ്പോഴത്തേനും അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കാണുമ്പോൾ നമ്മൾ കയ്യടി കൊടുക്കുന്ന പോലാണിത്. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ ഇത് ആവശ്യമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇന്നാൾക്ക് ഇത് അയച്ചു കൊടുത്താൽ നല്ലതായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സോ താങ്ക് യു. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും താങ്ക് യു.